രാവിലെ തന്നെ പാക്കിങ് തുടങ്ങാം. ഇതെന്റെ രണ്ടാമത്തെ ചായയാണ് കേട്ടോ. ഞാനൊരു ഭയങ്കര ചായ അഡിക്റ്റാണ്. രാവിലെ എണീറ്റ് വരുന്ന വഴി തന്നെ ചായ വെക്കും, അത് കുടിക്കും. അപ്പൊ എന്തെങ്കിലും ഉണ്ടാവും, ബ്രെഡോ അങ്ങനെ ചിലപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അത് കഴിയും. പിന്നെ കുറച്ച് ജോലികളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേക്കും ഒരു അടുത്തൊരു ചായ കേട്ടോ. അത് രാവിലെ ഉണ്ടാക്കുന്നതിന്റെ ബാലൻസ് ആണ് ഇത്. അപ്പൊ ആ രണ്ടാമത്തെ ചായ ഒന്നുകൂടെ ചൂടാക്കും. അതിന് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും അത് കുടിക്കും ഭയങ്കര ഒരു ആശ്വാസം. അങ്ങനെ നമുക്ക് വേഗം പാക്കിങ് തുടങ്ങാം. അപ്പൊ ഞാൻ എല്ലാം ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു. ഇതുപോലെ ഒരു 3-4 ബാച്ച് ഇതുപോലെ പാക്ക് ചെയ്തിട്ട് നമുക്ക് വിടാനുണ്ട്. വേഗം പാക്ക് ചെയ്യാൻ പറ്റും. ചെടികളും ബാക്കി വലിയ പ്രൊഡക്റ്റുകളും ഇല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് കുറച്ച് സമാധാനം, വേഗം നമുക്ക് പാക്ക് ചെയ്ത് വിടാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ആണ്. അങ്ങനെ ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചൊരു ഉടുപ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഫുൾ ബോഡി ഇങ്ങനെ കവർ ചെയ്യുന്ന, താഴെ വരെ ഇറക്കമുണ്ട്. എന്നാൽ നല്ലൊരു ഷേപ്പിലാണ് അത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. കുറച്ച് ലൂസാണ്, എന്നാലും ഓക്കെ, അത് യൂസ് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ നല്ല ഭംഗിയുള്ള കളറുമാണ്. നമ്മൾക്ക് ഇപ്പൊ നമ്മളെ പോലെയൊക്കെ ഇച്ചിരി കളർ കുറവുള്ളവർക്ക്, നല്ല പ്യൂർ വെള്ളം അല്ലാത്തവർക്കും ചേരുന്ന ഒരു കളറാണ് ഈ ഒരു കളറ്. അപ്പൊ അതാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. അങ്ങനെ ഫ്രോക്ക് പോലെയാണ്. അപ്പോൾ കാറ്റൊക്കെ കയറി സ്വസ്ഥമായിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും. അങ്ങനെയാണ്. ഇനി നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. ആ കൂടെ നമുക്ക് എല്ലാം പാക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഈ ഒരു ചായയും കൂടി കുടിച്ചിട്ട് നമുക്ക് വേഗം പാക്കിങ് തുടങ്ങാം കേട്ടോ. കാട്ടു തേനാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അടിപൊളിയാണ് കേട്ടോ. അപ്പം അത് മേടിച്ചിട്ടുണ്ട് ഒരാള്. പിന്നെ ആ ബ്യൂട്ടി ഓയിലും ലിപ്പാമും ഗ്രീൻ ടീ നല്ല ഗ്രീൻ ടീ ആണ്. 2-3 അതില് ഇലകൾ എടുത്തിട്ടാൽ മതി വെള്ളത്തിലേക്ക്, ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിലേക്ക്. എന്നിട്ട് മൂടി വെക്കുക. നല്ല ഇലയെല്ലാം വിടർന്ന് നല്ല ഒറിജിനൽ ഗ്രീൻ ടീ ആണ് കേട്ടോ. അതും എല്ലാവരും മേടിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വെള്ളം കുടിക്കുക. ആ ഇല അങ്ങ് എടുത്ത് കളയുക. ഒരു 10 മിനിറ്റ് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ഒരു ഗ്ലാസ് ഒരു ദിവസം കുടിക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു 3-4 ഇല എടുത്തിട്ടാൽ മതി കേട്ടോ ഇത്. അങ്ങനെ പിന്നെ ആ ബോഡി മോയ്സ്ചറും ഫേസ് വാഷ് പൗഡറും ഗീ എല്ലാവരും മേടിക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നൊക്കെ സൂപ്പർ ആവാൻ, ഇമ്മ്യൂണിറ്റി കൂടാൻ, വൈറ്റമിൻ ഡി ഉണ്ടാവാൻ, ശരീരത്ത് ഹോർമോൺ ബാലൻസ് ആവാനൊക്കെ ഗീ ഉറപ്പായിട്ടും കഴിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ അത് വയനാട് നല്ല ഗീ ആണ് കേട്ടോ. നല്ല നാടൻ പശുക്കളിൽ നിന്ന് എടുത്ത പാലിൽ നിന്നുള്ള ഗീ ആണ്. അങ്ങനെ പിന്നെ കസ്തൂരി മഞ്ഞൾ, ഇതൊരു നമ്മുടെ ക്ലീനിങ്ങിന്റെ ഒരു ലോഷൻ പോലെയുള്ളതാണ്. കിച്ചൺ ക്ലീനറാണ്, അടിപൊളിയാണ്. കിച്ചണിൽ മാത്രമല്ല എല്ലായിടത്തും ഉപയോഗിക്കാം. പിന്നെ അവരിതാ പാഡഡ് ബ്രായും ഫോൾഡബിൾ ഗ്ലാസും ഗീയും അതുപോലെ നല്ലൊരു പേളിന്റെ മാലയും നമ്മൾ സെയിൽ ചെയ്യുന്നതും മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മൈക്രോ ഫൈബറിന്റെ ഒരു ചവിട്ടിയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അല്ല എന്തുള്ള മൈക്രോ ഫൈബർ ഇതുവരെ വന്നിട്ടില്ല, അത് ഞാൻ വരുമ്പോൾ പറയാം കേട്ടോ. പിന്നെ ഇതാ എല്ലാവരും കസ്തൂരി മഞ്ഞളും അങ്ങനെയുള്ള ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചറും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ എനിക്ക് പാക്ക് ചെയ്യാനുള്ളത്. ഇതും പാഡഡ് ബ്രായാണ്. ഞാൻ എല്ലാവരെയും അഡ്രസ്സ്, ഫോൺ നമ്പർ ഹൈഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ടേബിളിൽ കൊണ്ടുവെക്കുന്നത്. ഫോൺ നമ്പർ ഒന്നും പബ്ലിക്കായിട്ട് ഞാനിങ്ങനെ ഇടുന്നില്ല കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പൊ നിങ്ങൾ മേടിക്കുന്ന പ്രൊഡക്റ്റുകൾ എന്താന്നുള്ളതോ അല്ലെങ്കിൽ പിന്നെ ആരാ എന്താന്നുള്ളതൊന്നും ആരും ഈ ഒരു വീഡിയോ കൂടി ആരും നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യത്തില്ല കേട്ടോ. അത് ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാവരുടെ ഫോൺ നമ്പർ ഹൈഡ് ചെയ്തിട്ട് അഡ്രസ്സിന്റെ ഹാഫ് ഹൈഡ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാത്തിനും വെക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ബാച്ച് നമുക്കങ്ങ് പാക്ക് ചെയ്യാം. എന്നിട്ട് ഇത് ഒരു 3-4 ബാച്ച് നമുക്ക് പാക്ക് ചെയ്യാനുണ്ട്. എന്നിട്ട് നമുക്ക് വേഗം കൊടുത്തു വിടണം. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. നമ്മുടെ ഈ കസ്റ്റമർ മേടിച്ചിരിക്കുന്നത് ഹെവി പാഡഡ് ബ്രായും അതുപോലെ ഈ ഫോൾഡബിൾ ഗ്ലാസ് ആണ്. ഇത് ഒത്തിരി ഉപകാരമുള്ളതാണ് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഗ്ലാസ് ആണ് കേട്ടോ. വളരെ സേഫ് ആയിട്ട് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ബാഗിലോ പേഴ്സിലോ എവിടെ വേണേലും നമുക്ക് വെക്കാം. വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുപോവാം. ഇതിങ്ങനെ എടുത്തിട്ട് ഒന്ന് കുടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പോലെ തന്നെ സ്ട്രോങ് ആയിട്ട് ഇതേപോലെ നിൽക്കും. സ്റ്റീലിന്റെ ഗ്ലാസ് പോലെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ചൂടൻ ചായയൊക്കെ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് ചായയോ വെള്ളമോ ചൂടുവെള്ളമോ പച്ചവെള്ളമോ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ, മറ്റുള്ളൊരു ചുണ്ട വെച്ച് കുടിച്ചൊരു ഗ്ലാസ്സിൽ നമ്മൾ കുടിക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര അൺഹെൽത്തി പ്രാക്ടീസുമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇനിയിപ്പോ നമ്മൾ ഫ്ലാസ്കിൽ ടൂർ പോവുകയാണ്, ഫ്ലാസ്കിലൊക്കെ ചായ കൊണ്ടുപോവാണ്, വെള്ളം കൊണ്ടുപോവാണ്, ഒന്ന് കുടിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കൂടെ കുഞ്ഞുങ്ങളുണ്ട്, ഒന്ന് എന്തെങ്കിലും കലക്കി കൊടുക്കണം. ഇതുപോലെ അങ്ങ് പിടിച്ചിട്ട് നമുക്ക് ഇതിലെന്താന്ന് വെച്ചാൽ കുടിക്കാം. ഇത് നല്ല സ്ട്രോങ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. ഇത് കണ്ടോ, സ്ട്രോങ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും. നന്നായിട്ട് ശക്തമായിട്ടൊന്ന് കുടഞ്ഞാൽ മതി, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും. അത് കഴിയുമ്പോൾ നമുക്ക് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കഴുകി കഴിഞ്ഞിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് ഇച്ചിരി ഫോഴ്സിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അത് താഴേക്ക് ഇതേപോലെ പോകും. എന്നിട്ട് ഇത് അടച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇനി എവിടെയെങ്കിലും ഹാങ് ചെയ്തിടണോ ഹാങ് ചെയ്തിടാം. ഇല്ല പേഴ്സിൽ വെക്കണോ ബാഗിൽ വെക്കണോ എവിടെ വേണേലും വെക്കാം, അല്ലെങ്കിൽ വണ്ടിയിൽ എങ്ങനെ വേണേലും വെക്കാം.
എവിടെ വേണേലും കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോൾഡബിൾ ഗ്ലാസ് എല്ലാവരും മേടിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ മേടിച്ചോളൂ കേട്ടോ. ഈ എല്ലാവരും മേടിക്കുന്നുണ്ട്. അതേപോലെ ഓർണമെന്റ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി നല്ല ഭംഗിയുള്ള, ഇത് നല്ല പേളിന്റെ ഭംഗിയുള്ള ഒരു ഓർണമെന്റ്സ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു മാലയും കമ്മലും കൂടിയുണ്ട്. അങ്ങനെ ഒത്തിരി ഓർണമെന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ മേടിച്ചോളൂ കേട്ടോ. പിന്നെ ഇത് എല്ലായിടത്തും ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ടേബിളും, ഞാൻ എല്ലായിടത്തും നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ക്ലീൻ ചെയ്യണോ അതെല്ലാം അങ്ങനെ ഒരു ഫ്രോത്ത് പോലെ വരും, സ്പ്രേ പോലെ അങ്ങ് അടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് കുതിർന്ന് വരും. എന്നാൽ മണോ ബാഡ് സ്മെല്ലോ ഒന്നും ഇല്ലതാനും. എന്നിട്ട് പിന്നെ അത് നമുക്ക് തുടച്ച് കളയുകയും ചെയ്യാം. ആ രീതിക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് ഫസ്റ്റ് പാക്കിങ്. ബാക്കിയെല്ലാം പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയുന്ന വർഷങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ എടുത്ത് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്റെ അശ്വിൻ കൊച്ചിന് 2.25 വയസ്സുള്ളപ്പോഴാണ് കേട്ടോ ഞാൻ പിന്നെ സൗദി അറേബ്യയിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല, വീട് വെക്കണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിട്ടാണ് നമ്മൾ സൗദി അറേബ്യയിലേക്ക് പോകുന്നത് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര കഠിനമായ കുറെ കാര്യങ്ങളിൽ കൂടി ഞാൻ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം, കൊച്ചിന് പാല് കൊടുക്കുന്ന ഒരു സമയത്താണ് ഞാൻ അവനെ ഇട്ടിട്ട് പോകുന്നത്. അപ്പം ബ്രസ്റ്റിൽ പാലൊക്കെ നിറഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയാതെ വേദന കാരണം ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ മുതലേ പ്രശ്നം തുടങ്ങി. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ മുതൽ പ്രശ്നം തുടങ്ങി കേട്ടോ. ഭയങ്കരമായിട്ട് ബ്രസ്റ്റിൽ പാല് നിറഞ്ഞിട്ട് വേദന തുടങ്ങി കേട്ടോ. അങ്ങനെ ആ വേദനയോടുകൂടിയാണ് നമ്മൾ ഫ്ലൈറ്റ് കയറി അവിടെ എത്തുന്നത്. 2 ഫ്ലൈറ്റ് കയറി അങ്ങനെ നമ്മുടെ സ്ഥലത്ത് തായിഫ് എന്ന് പറയുന്ന ഒരു മെയിൻ റീജിയനിൽ നമ്മൾ എത്തിക്കും കേട്ടോ. അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഡ്രൈവർ വന്ന് കിടപ്പുണ്ടാവും. ഡ്രൈവർ വരാൻ വേണ്ടി ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. രാത്രിയായപ്പോൾ നമ്മൾ അവിടെ എത്തുന്നത് തായിഫിൽ. അത് കഴിഞ്ഞ് നേരം വെളുക്കെ വരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അന്നേരമാണ് ഡ്രൈവർ വരുന്നത്. ഡ്രൈവർ വന്നു കഴിഞ്ഞപ്പോൾ ആ വണ്ടിയിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് ആ ഹോസ്റ്റലിലേക്ക് പോകണല്ലോ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് എത്തി. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 മാസത്തോളം നമ്മൾ ആ മെയിൻ ഹോസ്റ്റലിലാട്ടോ നിൽക്കുന്നത്. അവിടുത്തെ ജീവിതം ഒന്നും പറയണ്ട. എൻ്റെ അമ്മോ എന്തൊരു തണുപ്പാന്ന് വെച്ചാൽ പറയണ്ട കേട്ടോ. തണുപ്പെന്ന് വെച്ചാൽ തണുപ്പ്. ഒരു ഡിസംബർ ടൈമിലാണ് നമ്മളിവിടെ എത്തിച്ചേരുന്നത്. അങ്ങനെ ആ കൂടെ അവിടുത്തെ ജീവിതവും എല്ലാ പിന്നെ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെയുണ്ട്. പിന്നെ ഭയങ്കര കഠിനമായിരുന്നു. ഒരു ഫുഡൊക്കെ കിട്ടി അങ്ങനെയായിരുന്നു. അത്രയും കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. മീൻസ് പുതിയതായിട്ട് വന്ന അഡ്മിഷന്റെ കുട്ടികൾ. അങ്ങനെ എന്നിട്ട് ഒരു സൗദി മേറ്ററും ഒക്കെയാണ് കേട്ടോ. ഫുഡൊക്കെ നല്ലതൊക്കെ നമുക്ക് മീൻസ് വേറെ ടൈപ്പാണ്, മസാലയൊന്നും ഇല്ല. അങ്ങനെയൊക്കെയാണ്. നമുക്ക് ആദ്യമൊക്കെ ഛർദ്ദിക്കാൻ വരും. വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ കിട്ടും. അങ്ങനെ കോഴിയൊക്കെ ഇങ്ങനെ ഇപ്പൊ നമുക്ക് ശീലമാണ് കേട്ടോ. ഈ മഹബൂത്ത് പോലെയൊക്കെ ഇങ്ങനെ വിളറിയിരിക്കുന്ന കോഴികൾ ആ രീതി മസാലയൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ. അത് ആദ്യം നമുക്ക് ഛർദ്ദിക്കാൻ വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് കഠിനമായിരുന്നു കേട്ടോ അവിടുത്തെ ആദ്യകാലം. ഒന്നും പറയണ്ട, അത്രയ്ക്ക് നമ്മൾ അനുഭവിച്ചു എന്ന് പറയാം കേട്ടോ അവിടെ. അപ്പൊ നമ്മൾ ഈ കുഞ്ഞിനെ വിട്ടുപോയ വിഷമവും എല്ലായിട്ട്, മനസ്സ് നിറച്ച് വിഷമവും വേദനയും പിന്നെ കരച്ചിലും എല്ലായിട്ടാണ് നമ്മളവിടെ നിൽക്കുന്നത് കേട്ടോ. ആ കൂടെ നമുക്ക് പേഴ്സണലി പരിചയമുള്ള ആരുമില്ല. എല്ലാ രാജ്യത്തു നിന്നുള്ളത് കിടക്ക് തന്നെ തികയത്തില്ല. അത് അത്രമാത്രം പിള്ളേരാണ് അവിടെ വന്നു കൂടിയേക്കുന്നത് കേട്ടോ. പുതിയ അഡ്മിഷൻ അങ്ങനെയൊക്കെ കിട്ടുന്നിടത്തൊക്കെ കിടക്കണം. ആ രീതിയിലാണ്. ഒരു ബെഡിൽ തന്നെ 2, 3, 4 പേരൊക്കെയാണ്. അങ്ങനെയൊക്കെ കിടന്നോണം. ആ രീതിയാണ്. അങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയുള്ളൂ. തണുപ്പ് കാരണം അത്രയും തണുപ്പും കിട്ടണ കമ്പിളിയൊക്കെ പുതച്ച് ആ രീതിക്ക് ഭയങ്കര ഒരു കിച്ചണ കമ്പിളിയൊക്കെ പുതച്ച് ഭയങ്കര ഒരു ദുരിതമായിരുന്നു കേട്ടോ. 1.5 മാസം ഫുഡിന് ബെല്ലടിക്കുമ്പോഴത്തേ എല്ലാവരും കൂടി ഓടും. വിശന്നിട്ട് വയ്യായിരിക്കും കേട്ടോ. അപ്പൊ ആദ്യം ചെല്ലുന്നവർക്കൊക്കെ തികയും. ചിലപ്പോൾ ലാസ്റ്റൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കിട്ടത്തൂല. അങ്ങനെയാ. പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ അവിടെ ഇരിക്കുന്ന അങ്ങനെയൊക്കെ എടുത്ത് കഴിക്കും. ചൂടുവെള്ളമൊക്കെ കുടിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ആ 1.5 മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറെ ദിവസങ്ങൾ അവരുടെ മെയിൻ സെന്ററിൽ കൊണ്ടുപോകും. കുറെ പേപ്പർ വർക്ക് എന്ന് വെച്ചാൽ പേപ്പർ വർക്കേ ഉള്ളൂ അവിടെ. അങ്ങനെ കുറെ പേപ്പർ വർക്കുകളുടെ സമയങ്ങളാണ്. അത് കഴിഞ്ഞ് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ എല്ലാ ടെസ്റ്റുകളും HIV മുതൽ എല്ലാം ടെസ്റ്റ് ചെയ്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടുത്തെ നിയമങ്ങൾ. അപ്പൊ അങ്ങനെ ഓരോ ദിവസം ഉണ്ടാവും അങ്ങനെ കുറെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ അപ്പൊ അവിടെ നിൽക്കേ തന്നെ എല്ലാ ചേച്ചിമാര് ഇങ്ങനെ ഈ വെക്കേഷൻ കഴിഞ്ഞ് വരുന്നതും ആ ഹോസ്റ്റലിലേക്ക് തന്നെ. എന്നിട്ട് അവിടുന്ന് ഡ്രൈവർമാർ കൊണ്ടുപോവുകയാണ്. അപ്പൊ ആ ചേച്ചിമാര് പറയുന്നുണ്ട്, പഠിച്ചോണം, നിങ്ങൾ അത്യാവശ്യം അറബിയൊക്കെ പഠിച്ചോണം. ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡ്യൂട്ടിക്ക് ഇടും. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചോണം. അപ്പൊ അങ്ങനെ ആ 2 ദിവസം അവരവിടെ നിൽക്കേ തന്നെ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറഞ്ഞു തരും, വാക്കുകളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഞങ്ങൾ എഴുതിയെടുക്കും. ഭയങ്കര ബുദ്ധിമുട്ട് ഈ അറബി എഴുതിയെടുക്കാനും ഒക്കെ. അറബിയിലല്ല, മലയാളത്തിൽ തന്നെ എഴുതിയെടുക്കുന്നത്. പക്ഷെ അത് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. ഇത് എന്തൊരു കാട്ടുഭാഷയാണെന്ന് ഞാൻ ഓർക്കെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ മലയാളം എന്തൊരു ബുദ്ധിമുട്ടാതെ പഠിക്കാൻ ആദ്യം തോന്നി കേട്ടോ. പക്ഷെ എല്ലാവരും പറയും ഭയങ്കര ഈസിയാണ്. എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെയൊക്കെ എഴുതിയെടുക്കും. അപ്പൊ ഒരു ബുക്കിൽ കുറേ പേജിൽ ഇങ്ങനെ അത്യാവശ്യം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ ഡ്യൂട്ടിക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് പിന്നെ പഠിക്കേണ്ട സംഗതികളൊക്കെ ഇപ്പൊ അവര് പറഞ്ഞു തരുന്നത്. ഇപ്പം മരുന്നിന് ഗുളികയ്ക്കൊക്കെ മാത്രാന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ
ഏഷ് മുഷ്കിലാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം, അങ്ങനെ. അപ്പൊ ഇതൊക്കെ എന്തൊരു ഭാഷ, കാട്ടുഭാഷ തന്നെയാണ് ഓർക്കൂട്ടോ. അങ്ങനെ അപ്പൊ അത് നമ്മൾ എഴുതിയെടുക്കും, ഏഷ് മുഷ്കില അങ്ങനെ എഴുതിയെടുക്കും. എന്താണ് പ്രശ്നം, എന്താണ് പ്രോബ്ലം, അതങ്ങനെ മലയാളത്തിൽ അതിന്റെ അർത്ഥം എഴുതി. ഇങ്ങനെയൊക്കെ എന്റെ ദൈവമേ കുറേ പേജുകൾ എഴുതി കൂട്ടും. അപ്പൊ എല്ലാവരും ഇത് തന്നെയാണ്, ചൈനക്കാരും കൊറിയക്കാരും ഫിലിപ്പീനുകളും എല്ലാവരും ഇത് തന്നെ. ഈജിപ്ഷ്യന്മാർക്ക് ഇതറിയാം, അറബി അറിയാം, ബാക്കിയുള്ളവർക്കല്ല, ഈ അറിയാത്തവരെല്ലാം കിടന്ന് എഴുതിയെടുക്കോട്ടോ, ഇങ്ങനെ എഴുതിയെടുത്ത് പഠിക്കും അങ്ങനെയൊക്കെ. പിന്നെ ഒന്നും പറയണ്ട, 1.5 മാസം അവിടെ ജീവിച്ചതൊന്നും പറയണ്ട, ഭയങ്കര. പക്ഷെ എന്നെ സംബന്ധിച്ച് ആ സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്രസ്റ്റ് മുഴുവനും പാല് കെട്ടിയിട്ട് നീര് വെച്ചിട്ട് ഇങ്ങനെ പഴുത്ത പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമുക്ക് അവിടുന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവരങ്ങനെ അവിടെയുള്ള അത്ര വലിയ ടേക്ക് കെയർ ഒന്നും ഇല്ല. നമ്മളവിടെ സർവൈവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അവരുടെ ഒഫീഷ്യൽ പേപ്പർ വർക്കും കാര്യങ്ങളും മാത്രമേ അവർ മെയിൻ ചെയ്യുള്ളൂ. അല്ലാതെ പിന്നെ എന്തൊരു പനി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഡിസ്പെൻസറി പോയി എന്തെങ്കിലും മെഡിസിൻ മേടിച്ചിട്ട് വാന്ന് പറഞ്ഞ് അവിടെയുള്ള ആരെയും കൂട്ടി വിടും, അല്ലെ ഡ്രൈവറെ കൂട്ടി വിടും, അത്രയൊക്കെ ഉള്ളൂ. എനിക്കാണെങ്കിൽ എന്റെ 2 ബ്രസ്റ്റ് ഇതുപോലെ പാല് നിറഞ്ഞിട്ട് അങ്ങ് കല്ല് പോലെ ആയിട്ടോ, അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ടല്ലോ, എൻകോർജ്മെന്റ് എന്ന് പറയാം. ആ ഒരു രീതിയിലേക്ക് ബ്രസ്റ്റ് മുഴുവനും ഇതായിട്ട് എന്നുവെച്ചാൽ പാല് കുടിച്ചുകൊണ്ടിരുന്ന കൊച്ചിനെയാണ് ഇട്ടിട്ട് പോയേക്കുന്നത്. അങ്ങനെ ഞാൻ എന്റെ കൊച്ചിന് 2.5 വയസ്സ് വരെയെങ്കിലും പാല് കൊടുക്കണം എന്നായിരുന്നു എന്റെ ഒരു ഡ്രീം. നമ്മളെ ഇപ്പം നമ്മുടെ ഒരു സൗന്ദര്യവും കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ അത് മൈൻഡ് ചെയ്യാതെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കാലം നമ്മുടെ കുഞ്ഞിന് പാല് കൊടുക്കാവോ അതാണ് ഏറ്റവും നല്ലത്. അവർക്ക് ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയ്ക്കും അവരുടെ ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ നമുക്ക് എന്തുമാത്രം ബ്രസ്റ്റ് മിൽക്ക് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കുക. അതാണ് ഇപ്പൊ ഒരു 2.5 വയസ്സ് വരെയൊക്കെ കുഞ്ഞായിട്ട് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ കണക്ക് കൂട്ടുന്നത്. അപ്പൊ ആ 2.5 വയസ്സ്, ചിലർ 3 വയസ്സ് വരെ പാല് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ അപ്പൊ എന്റെ ആഗ്രഹവും ഇവന് ഒരു 2.5 വയസ്സ് വരെ ഇവന് പാല് കൊടുക്കണം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ആ ദിവസം രാവിലെയും കൂടി ഞാൻ ബ്രസ്റ്റ് ഫീഡ് കൊടുത്തിട്ടാണ് പോയേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ബ്രസ്റ്റിൽ പാല് നിറഞ്ഞിട്ട് നീര് വെച്ചിട്ടൊന്നും പറയണ്ട. ഞാൻ അനുഭവിച്ചൊരു വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട. അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. നിങ്ങൾക്ക് കുറെ പേർക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അങ്ങനെ അപ്പൊ പിന്നെ അവിടെയുള്ള ചേച്ചിമാരെല്ലാം പറഞ്ഞു കാബേജ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കുറഞ്ഞു കിട്ടും പെയിനൊക്കെ. അപ്പൊ ക്യാബേജ് ഒക്കെ സംഘടിപ്പിച്ചു പുറമേ പോയപ്പം. അങ്ങനെ അതൊന്നും വെച്ചിട്ടൊന്നും എനിക്കത് ഒരു യൂസ്ഫുൾ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ പഠിച്ചേക്കുന്നത് വെച്ചാൽ ചൂട് വെച്ചിട്ട് നമ്മൾ പിഴിഞ്ഞു കളയുക ടവലിലേക്കോ ടർക്കിയിലേക്കൊക്കെ. അപ്പൊ ബാത്റൂമിൽ കയറിയിട്ട് ചൂടുവെള്ളം 24 hours ഉണ്ട്. അപ്പൊ ചൂടുവെള്ളം എടുത്തിട്ട് ടവല് മുക്കിയിട്ട് അല്ലെങ്കിൽ തോർത്ത് മുക്കിയിട്ടൊക്കെ ഇങ്ങനെ ചൂട് വെക്കും, എന്നിട്ട് പിഴിയും. പക്ഷെ നമുക്ക് തന്നെ നമ്മുടെ ബ്രസ്റ്റ് അങ്ങനെ പിഴിഞ്ഞൊന്നും കളയാൻ പറ്റത്തില്ല. എന്തോ ഒരു വേദനയാണെന്ന് പറയൂ, അങ്ങനെ ജീവൻ ഇങ്ങനെ പറഞ്ഞു പോകുന്ന വേദനയാണ്. അങ്ങനെ അതേപോലെ വേറൊരാൾക്ക് നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹെൽപ്പ് കിട്ടും, അമ്മമാരെ കൊണ്ടൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യിപ്പിക്കാം. എനിക്ക് സെയിം പ്രോബ്ലം ഡെലിവറി കഴിഞ്ഞപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അന്നൊക്കെ ഇതേപോലെയൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് കുറയാൻ വേണ്ടി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ആ രീതിയിലായിരുന്നു. പക്ഷെ വീണ്ടും ഇത് അവിടെ ചെന്നപ്പോൾ ഞാൻ പെട്ടുപോവുകയും ചെയ്തു. ഒരു രക്ഷയില്ല. എൻ്റെ അമ്മ, ഞാൻ വേദന അനുഭവിച്ച് ചെന്ന് മനസ്സിൽ മുഴുവൻ ദുഃഖം കുച്ചിനെ ഇട്ടിട്ട് പോയ അതിന്റെ ആ കൂടെ ഈ പെയിനും കൂടി ഞാൻ അനുഭവിച്ചൊന്നും പറയണ്ട ആ ഒരു ദിവസങ്ങളിലൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെയിൻ കുറയ്ക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് ഒത്തിരി അങ്ങനെ കല്ലിച്ചു പോയിട്ടുണ്ടെങ്കിൽ വലിയ പഴുപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കീറണം, ഭയങ്കര വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിഴിഞ്ഞു കളയാന്നുള്ളത് തന്നെ ഉള്ളൂ ഓപ്ഷൻസ്. അങ്ങനെ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയൊക്കെ അത് മാനേജ് കുറേയൊക്കെ പെയിന് സഹിച്ച് അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കൊണ്ട് കുറെ കുറഞ്ഞു കിട്ടി. അങ്ങനെ എന്നാലും ഞാനൊരു 2-3 ആഴ്ച സഹിച്ചതിന് കയ്യും കണക്കില്ല കേട്ടോ. അങ്ങനെ ആ രീതിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മള് അപ്പൊ അവിടുന്ന് തന്നെ ചേച്ചിമാരെല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ പല ഹോസ്പിറ്റലിലേക്കാണ് നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുക. അപ്പം റാണിയ എന്ന് പറയുന്ന സ്ഥലം കിട്ടുന്നവരുടെ കഷ്ടകാലം തന്നെ അവിടെയുള്ള ചേച്ചിമാർ തന്നെ പറയുന്നുണ്ടായിരുന്നു. വെക്കേഷന് വരുന്നവര് മലയാളികളെല്ലാം പറയുന്നുണ്ട്, റാണിയിലുള്ളവരും ഒക്കെ വരുന്നുണ്ടായിരുന്നു. റാണിക്ക് മാത്രം നിങ്ങൾക്ക് കിട്ടില്ലേ പിള്ളേരെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകട്ടോ. അങ്ങനെയൊക്കെ അങ്ങനെ അവസാനം ഡിസൈഡ് ചെയ്ത് അവരിങ്ങനെ ഓരോരുത്തരെ കുറെ ഇപ്പം 50 പേര് ഒരു സ്ഥലത്തേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ഡിസൈഡ് ചെയ്തു. ഞാൻ പിന്നെ ഭയങ്കര ഭാഗ്യവതിയാണല്ലോ എല്ലാ കാര്യത്തിലും. കറക്റ്റ് എനിക്ക് റാണിയെ തന്നെ കിട്ടിട്ടോ. അത് കണ്ടപ്പോ തന്നെ ഈ കേൾവി അനുസരിച്ച് തന്നെ അറിയാം റാണിയ എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ പ്ലേസ് ആണ്. കറക്റ്റ് അങ്ങോട്ട് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പൊ ഞാൻ മാത്രം ആ ബാച്ചിൽ എന്നെ മാത്രമാണ് റാണിയിലേക്ക് പണ്ടാരടങ്ങാൻ കിട്ടിയിരുന്നത് കേട്ടോ. അപ്പൊ മുതലേ എനിക്ക് വിറയായി തുടങ്ങി കേട്ടോ. ഇനി 400 കിലോമീറ്റർ, അവിടുന്ന് 400 കിലോമീറ്റർ ദൂരെയാണ് ഈ റാണിയ എന്ന് പറയുന്ന സ്ഥലം. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കേട്ടോ, എല്ലാം അങ്ങനെ ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകണം മീൻസ് ഒരു ഡ്രൈവറുടെ കൂടെ അത്രയും യാത്ര ചെയ്യണം. എന്നെ സംബന്ധിച്ച് ചെറുപ്പം മുതലുള്ളത് ഈ ലോൺലിനെസ് അല്ല, ഈ ഒറ്റയ്ക്കാവുന്ന എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനത്തെ സ്ട്രേഞ്ചർ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്.
എന്തോ ഒരു പേടി അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ എനിക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളായി. ദൈവമേ, ഞാൻ എങ്ങനെ ട്രാവൽ ചെയ്യും, ഈ ഒറ്റയ്ക്ക് എങ്ങനെ ഈ ഡ്രൈവറോട് കൂടെ ട്രാവൽ ചെയ്യും, അതായി എന്റെ ടെൻഷൻ മുഴുവൻ. എനിക്ക് ഊണും ഇല്ല ഉറക്കവും ഇല്ല അങ്ങനെ. അപ്പൊ പിന്നെ വരുന്ന ചേച്ചിമാരോടും പോകുന്നവരോടും മലയാളികളോടും മുഴുവൻ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി, റാണിയെ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ. അപ്പം അങ്ങനെ ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന ഒരു ദിവസം ഇങ്ങനെ റാണിയ ഹോസ്പിറ്റലിലുള്ള ഒരു സ്മിത എന്ന് പേരുള്ള ഒരു കൊച്ചു വെക്കേഷൻ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. അപ്പൊ ഞാൻ വേഗം പോയി പരിചയപ്പെട്ടു. അങ്ങനെ റാണിയയിലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ അപ്പൊ എന്നോട് ഒത്തിരി സംസാരിച്ചു. റാണിയയില് പുള്ളിക്കാരിക്ക് 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ. അങ്ങനെ അപ്പൊ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ റാണിയെ കുറിച്ചൊക്കെ ഒരു പിക്ചർ എനിക്ക് കിട്ടി. നമ്മൾ വിചാരിച്ചേക്കാളും ദുരിതമാണ് റാണിയ എന്നുള്ളത് മനസ്സിലായി. എന്തായാലും അവൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവള് ഡയാലിസിസ് യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ ഡ്രൈവർ വന്ന് കൊണ്ടുപോയി. അങ്ങനെ അവള് പോയി. അപ്പൊ ആ 2 ദിവസം കൊണ്ട് എനിക്ക് ഒരു പിക്ചറൊക്കെ അവിടുത്തെ കിട്ടി. എന്തായാലും എനിക്ക് ഒരാളെ കൂട്ടായല്ലോ, പരിചയമായല്ലോ, അറ്റ്ലീസ്റ്റ് ഒരാൾ പരിചയമായല്ലോ. ആ 2 ദിവസം കൊണ്ട് സ്ഥിതി എനിക്ക് കുറേ കാര്യങ്ങൾ, ഇങ്ങനെ അറബി പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ, കുറേ വാക്കുകൾ കൂടുതൽ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അവള് അവിടെ വന്ന് കഴിയുമ്പോഴത്തിന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി റാണിയെ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് ഒത്തിരി പേപ്പർ വർക്ക് ചെയ്യാനുണ്ട്. പേപ്പർ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർക്ക് അറിയാം, എസ്പെഷ്യലി സൗദി അറേബ്യയിൽ ഇത്രയും പേപ്പർ വർക്ക് ചെയ്യാനുണ്ട്. ചെല്ലുമ്പോ മുതൽ പോരുന്നവരെ പേപ്പർ വർക്കിൽ മുങ്ങിക്കിടക്കുക നമ്മൾ. അങ്ങനെയാണ്. എക്സിറ്റ് ഒക്കെ പോരുമ്പോൾ 1 month ആണ് നമുക്ക് പേപ്പർ വർക്ക് ചെയ്യാനുള്ളത്. എന്റെ ദൈവം, എന്തോ ഒരു പേപ്പർ വർക്കാണെന്നറിയോ. അങ്ങനെ ചെല്ലുമ്പോഴും അങ്ങനെ തന്നെ 1.5 മാസം കിടന്ന് പേപ്പർ വർക്കാ. അങ്ങനെ അപ്പം എന്തായാലും ഒരാൾ കൂട്ടായല്ലോ, പരിചയമായല്ലോ, അങ്ങനെയൊക്കെ അത്ര ആശ്വാസം. and അവളെ ഡ്രൈവർ വന്ന് കൊണ്ടുപോയി ആ ദിവസങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ചയും കൂടി കഴിയുമ്പോൾ 1-2 ആഴ്ചയും കൂടി കഴിയുമ്പോഴത്തേക്ക് എന്നെയും റാണിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ്. അപ്പം നമ്മുടെ ആ ഹോസ്റ്റലിൽ കുറേ ഒഴിഞ്ഞു തുടങ്ങി കേട്ടോ. ബെഡൊക്കെ കിട്ടി, കമ്പിളിയൊക്കെ കിട്ടി, 2 കമ്പിളി വരെ കിട്ടി. കാരണം ഇങ്ങനെ 50 പേരെ 100 പേരെ വെച്ച് ഓരോരോ സെക്ഷനിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. ഓരോരോ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ കട്ടുവാണ്. അങ്ങനെ കൊണ്ടുപോകാം. റാണിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ. പിന്നെ റാണിയിലേക്ക് പോകേണ്ട ദിവസങ്ങൾ ഏകദേശം അടുത്തുകൂടെ. അപ്പൊ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോ അപ്പൊ തലേ ദിവസം പിന്നെ അവിടുത്തെ മേട്ടറും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. ഭയങ്കര സ്ട്രിക്റ്റ്, ഭയങ്കര സ്നേഹമുള്ള ഒരു സ്ത്രീയാണ് കേട്ടോ. ഈജിപ്ഷ്യൻ ആണേ. അങ്ങനെ എന്നിട്ട് എന്റെ പേര് വിളിച്ചു ബിന്ദു എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു അലർച്ച കേട്ടോ. ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ പുള്ളിക്കാരിയുടെ ഓഫീസിൽ നിന്നും അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, പിന്നെ അറബിയിൽ ഫുൾ പറയണം. പുള്ളിക്കാരിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പം അറബി പറയാം. അപ്പൊ ആരെങ്കിലും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു. പിന്നെ നമുക്ക് ആക്ഷനിൽ നിന്നൊക്കെ മനസ്സിലാവും. അതായത് ഒരു പേപ്പർ നമുക്ക് തരും, നിന്നെ കൊണ്ടുപോകാൻ നാളെ ഡ്രൈവർ വരും 3 മണിക്ക് രാത്രി. അപ്പൊ നേരം വിളിക്കാനാകുമ്പോ 3 മണിക്ക്. അപ്പം ഇവിടെ പോലെ കിടന്ന് ഉറങ്ങരുത്, എണീറ്റ് എല്ലാം ഒരുങ്ങി ലഗേജും താഴെ വെച്ചിട്ട് അവിടെ നിന്നോണം. അങ്ങനെയാണ്. സെക്യൂരിറ്റി ഉണ്ടാവും താഴെ. അങ്ങനെ. അപ്പൊ അവിടെ നിന്നോണം. ഇതാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. 2-3 വട്ടം മനസ്സിലായെന്ന് കഴിഞ്ഞിട്ട് ചോദിക്കട്ടോ. അപ്പൊ നമ്മൾ തല കൊടുക്കും, മനസ്സിലായി. നിങ്ങൾക്ക് ഈ പേപ്പറും പിടിച്ച് പിന്നെ നമ്മൾ അറബി അറിയാവുന്ന ഈജിപ്ഷ്യന്മാരോടോ ഇവരോടൊക്കെ ചോദിക്കണം. പിന്നെ അവര് കേൾക്കുന്നുണ്ടാവും ഇതൊക്കെ. അങ്ങനെ പൊതുവായിട്ട് വന്നിട്ടാ ഈ പറയണത് അവരുടെ ഓഫീസിന്റെ മുമ്പിലേക്ക്. അപ്പൊ വേറെ ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പുള്ളിക്കാരി വിളിക്കും. അങ്ങനെയാണ്. ഇംഗ്ലീഷും കൂടി അറിയാവുന്നവര്. അങ്ങനെ. അപ്പൊ നമുക്ക് അവർ പറഞ്ഞു തരും. അങ്ങനെ. അപ്പൊ എനിക്ക് മനസ്സിലായി 3 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഒരുങ്ങി നിൽക്കണം. ഡ്രൈവർ നിന്നെ കൊണ്ടുപോകാൻ വരും. അപ്പൊ റാണിയേക്ക് നിങ്ങൾക്ക് നാളെയാണ് പോകേണ്ടതെന്ന്. എന്റെ ദൈവം, എന്റെ ഹൃദയം ഇങ്ങനെ പടപടാൻ പിടിക്കാൻ തുടങ്ങിട്ടോ. ഇനി ഒരു പുരുഷന്റെ കൂടെ 400 കിലോമീറ്റർ ഡ്രൈവർ. അത് വെച്ചാൽ അത്ര പേടി തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ഒത്തിരി കഥകൾ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ളവരെ കേൾക്കും. ഇവിടെയുള്ളവർ മുഴുവൻ കുറേ പേര് ഭയങ്കര ഫ്രോഡുകളാ. മരുഭൂമി കൂടെ കൊണ്ടുപോകുമ്പോൾ മരുഭൂമിയിൽ ഇങ്ങനെ അറ്റാക്കുകൾ ഉണ്ടാവാം. പിന്നെ അപകടങ്ങൾ ഉണ്ടാവാം. ഇവിടെ എല്ലാ വണ്ടിയൊക്കെ പോകുന്നത് 180ഉം 200ഉം അങ്ങനത്തെ കിലോമീറ്റർ വേഗതയിലൊക്കെ. അപ്പൊ ഭയങ്കര അപകടങ്ങൾ ഉണ്ടാകുന്ന നാടാണ് കേട്ടോ. അതെല്ലാം അങ്ങനെ കുറെ കഥകള് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. ഞാൻ ഇച്ചിരി പാക്ക് ചെയ്തിട്ട് പറയാട്ടോ. അതിന്റെ പാക്കിങ് നടക്കില്ല. കുറച്ച് പാക്ക് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. എനിക്ക് സംസാരം പാക്കിങ് കൂടി ഒന്നിച്ച് ശരിയാവുന്നില്ല. അപ്പൊ ഞാൻ ഇത് വേഗം പാക്ക് ചെയ്തിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാട്ടോ. കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് പറയാനൊരു രസം. പിന്നെ കുറെ പേർക്ക് അതൊരു എക്സ്പീരിയൻസ് ഒക്കെ ആവും. ഇനി അങ്ങോട്ട് പോകാനിരിക്കുന്നവർക്കും അല്ലെങ്കിൽ പിന്നെ അല്ലേ, നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരേ കാര്യങ്ങളൊക്കെ എങ്ങനെ സർവൈവ് ചെയ്തു എന്നുള്ളത് കേൾക്കുമ്പോൾ അത് ഭയങ്കര ഉപകാരമാണ്. പിന്നീട് നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം നമുക്ക് കൂടുതൽ മനസ്സിലാവും. കൂട്ടുകാരെ, ഇതുപോലെ ഒരു 3 ബാച്ചും കൂടി എനിക്ക് 3 അല്ലെങ്കിൽ 4 ബാച്ചും കൂടി പാക്ക് ചെയ്യാനുണ്ടാവും. അത് ഞാൻ പെട്ടെന്ന് കൊണ്ടുവച്ചിട്ട് പാക്ക് ചെയ്യട്ടെ. ഇതുപോലെ ചെറിയ ഐറ്റംസ് ആണ്. അതാണ് എന്റെ ഒരു ധൈര്യം. ഇന്ന് പെട്ടെന്ന് പാക്ക് ചെയ്ത് തീരുന്ന. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ അത് കൊടുത്തു വിട്ടാൽ എനിക്ക് സമാധാനത്തോടെ സംസാരിക്കാമല്ലോ. അപ്പൊ വേഗം കൊണ്ടുവച്ചിട്ട് പാക്ക് ചെയ്തിട്ട് ഞാൻ ഓവറോൾ കൊണ്ടുവെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അല്ലാതെ ഞാൻ പാക്ക് ചെയ്യുന്നത് കാണിക്കുന്നില്ല. ആ രീതി കാണിച്ചു തരാം. എന്നിട്ട് പെട്ടെന്ന് കൊടുത്തിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കണ്ടിന്യൂ ചെയ്യാം.
ഇപ്പൊ ഞാൻ 4 ബാച്ച് ഓൾറെഡി പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടു. അപ്പൊ സമാധാനമായിട്ടോ. രാവിലെ തന്നെ നമ്മുടെ കൊറിയർ എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സ്വസ്ഥതയാണ്. പിന്നെ നമ്മുടെ കാര്യങ്ങളും ജോലികളും കാര്യങ്ങളും ഒക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പൊ ബെന്നി എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് കേട്ടോ, ആ ചേട്ടനെ കൊണ്ടുപോയിക്കോളും കൊറിയർ. പിന്നെ നമുക്ക് കുറെ ബോട്ടിലുകളൊക്കെ വന്നിട്ടുണ്ട് ഓർഡർ കൊടുത്തത്. നമ്മുടെ ഫേസ് വാഷ് പൗഡറും അതുപോലെ ബ്യൂട്ടി ഓയിലും ഒക്കെ പാക്ക് ചെയ്യാനുള്ള ബോട്ടിലുകൾ കൊറിയർ സെന്ററിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് എടുക്കാനുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എടുത്തിട്ട് വന്നോളൂ. അങ്ങനെ ഇനി നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ബാലൻസ് നമ്മുടെ കഥ പറയാം, ജീവിത കഥ. അപ്പൊ ഇങ്ങനെ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു, നാളെ ഇത് മുതൽ 3 മണിക്ക് റെഡി ആയിട്ടിരുന്നോളാം, നിന്റെ ബാഗും എല്ലാം ആയിട്ട് താഴെ പോയി നിന്നോണം. 3 മണിയാകുമ്പോൾ ഡ്രൈവർ വരും. ഡ്രൈവർ വന്നിട്ട് നിന്നെ അവിടെ കണ്ടില്ലെങ്കിൽ അപ്പൊ തന്നെ അയാൾ തിരിച്ചു പോകും, പിന്നെ ഭയങ്കര പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ പോലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ അന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല നമുക്ക്, ടെൻഷൻ കാരണം. അപ്പൊ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമേ, ഒരു മനുഷ്യന്റെ കൂടെ ഞാൻ ഈ 100-400 കിലോമീറ്റർ, അതായത് നമ്മുടെ ഇവിടുന്ന് ഇപ്പൊ കന്യാകുമാരി വരെ പോകുന്ന ദൂരമുണ്ട്. പക്ഷെ അത്ര സമയമൊന്നും എടുക്കത്തില്ല. ഇവര് മിസൈൽ പോലെയാണ് കാർ ഓടിക്കുന്നത്. 180 മിനിമം അവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര പെട്ടെന്ന് എത്തും, 3-5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. അങ്ങനെയാണ്. അപ്പൊ ആ ഒരു രീതിയിലായതുകൊണ്ട് അപ്പൊ എന്നാലും നമുക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ, ഒറ്റയ്ക്ക് എങ്ങനെ യാത്ര ചെയ്യുക. അപ്പൊ അതിനു മുമ്പ് കുറെ കഥകൾ ഈ 1.5 മാസം കൊണ്ട് ആ ഹോസ്റ്റലിൽ കിടന്നപ്പോ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഡ്രൈവർമാർ കുറെ പേര് ഭയങ്കര പന്നന്മാരാണ്. അപ്പൊ അവര് മരുഭൂമി കൊണ്ടുപോയിട്ട് ഇങ്ങനെ പിള്ളേരെയൊക്കെ റേപ്പ് ചെയ്യും. അങ്ങനെ ജയിലിൽ കിടക്കുന്ന കുറെ ഡ്രൈവർമാരുണ്ട് ഗവൺമെന്റിലാണെങ്കിലും. അങ്ങനെയൊക്കെ പകുതി എണ്ണങ്ങളും ഡ്രഗ് അഡിക്റ്റുകളാണ്. അതൊക്കെ സത്യം തന്നെയാണ്. പകുതി എണ്ണങ്ങളും ഡ്രഗ് അഡിക്റ്റുകൾ തന്നെയാണ്. പക്ഷെ അവിടുത്തെ നിയമം ഭയങ്കര ശക്തമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ വളരെ റയർ കേസേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഡെയിലി അങ്ങനത്തെ കേസ് ഉണ്ടാവും എന്നുള്ള ഒരു ചിന്തയിലാണല്ലോ നമ്മൾ അന്ന്. പിന്നെ നമ്മൾ ഭയങ്കര ചെറുപ്പവും, നമുക്ക് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല അവിടുത്തെ കാര്യങ്ങളൊന്നും. അതുകൊണ്ട് മനുഷ്യരെങ്ങനെയാണ്, ഭാഷ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, പിന്നെ ഫോണില്ല, ഒന്നും ഇല്ലല്ലോ. ആ രീതിയിലായതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. അന്നത്തെ ഫോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കോയിൻ ഇട്ടിട്ട് ഇങ്ങനെ ഫോൺ വിളിക്കാം നമുക്ക് നാട്ടിലേക്ക്. അതൊരു എത്രയാ 10 റിയാലോ 10 അങ്ങനെ എന്തോ കോയിൻ ഇട്ട് കഴിയുമ്പോൾ എത്രയോ 9 മിനിറ്റ് അങ്ങോട്ട് കിട്ടും. അങ്ങനെ ഒരു പൊതു ഫോൺ അവിടെ ക്യൂ നിന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് വിളിക്കാൻ പറ്റുന്നത്. അന്നേരത്തിന് വിളിച്ച് നമുക്ക് ജസ്റ്റ് ഒരു കുറച്ചു നേരം, വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, ആ രീതിക്കൊക്കെ സംസാരിക്കാം. അങ്ങനെയൊക്കെ ഹോസ്റ്റലിൽ ആ സിസ്റ്റം ഒക്കെ ആയിരുന്നു അന്നേരം കേട്ടോ. അങ്ങനെ മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമുക്ക് നമ്മൾ വെറും എന്താ പറയാ, പെട്ടുപോകും അങ്ങനെ. അപ്പൊ ആ ഒരു ഫിയർ, ഓൾറെഡി പേടിയുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ കുറെ കഥകളും കൂടി കേൾക്കുമ്പോ പിന്നെ പറയാൻ വേണ്ട, ഞാൻ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. അങ്ങനെ പക്ഷെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് പേടിക്കണ്ട എന്നുള്ളത് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റും. വരുന്നിടത്ത് വെച്ച് നമ്മൾ ഫേസ് ചെയ്യാന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് പേടിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറെ ദുരിതങ്ങളും വന്നു ചേരുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ പേടിച്ച് വിറച്ച് ഉറങ്ങാൻ പറ്റാതെ ഇരിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എണീറ്റു. ക്ലോക്കിൽ അലാമൊക്കെ വെച്ച് എണീറ്റ് വേഗം പിന്നെ അവിടെ ഉണ്ടായിരുന്ന ചൂടുവെള്ളം കുടിച്ച് ചായപ്പൊടി കാപ്പിപ്പൊടി ഒക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ചൂടുവെള്ളം എടുത്തിട്ട് പഞ്ചസാര ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ടാവും. എപ്പോ വേണേ കാപ്പി ഉണ്ടാക്കി കുടിക്കാം, ചായ ഉണ്ടാക്കി കുടിക്കാം, അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ കുടിച്ചിട്ട് പിന്നെ അവിടെ ഈ കുപ്പൂസ് എന്ന് പറയുന്ന അതൊക്കെ ഉണ്ടാവും, കുറെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ എടുത്ത് കടിച്ചെറിച്ച് തിന്നാം. അങ്ങനെ ജാമും ചീസും വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഇങ്ങനെ എക്സ്ട്രാ വെച്ചേക്കുന്നത്, എപ്പോ വേണേ നമുക്ക് എടുത്ത് തിന്നാം, ആ രീതിക്കാം. അപ്പൊ അങ്ങനെ അതൊക്കെ തിന്നാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഫുഡൊന്നും കിട്ടാറേ ഉണ്ടായിരുന്നില്ല ഇത്രയും ആളുകളുള്ളപ്പോ. പിന്നെ ആളുകൾ പോയി കഴിയുമ്പോൾ ഇഷ്ടം പോലെ ഫുഡ് നമുക്ക് കിട്ടാൻ തുടങ്ങി കേട്ടോ. ഇഷ്ടം പോലെ പൊതു കിച്ചണിൽ നിന്ന് ഇങ്ങനെ വരുവ ചെയ്യുന്നത്. അങ്ങനെ അപ്പൊ ഇഷ്ടം പോലെ കഴിക്കാം. അങ്ങനെയൊക്കെ ഇരിക്കാം. അപ്പൊ എന്നിട്ട് അതെല്ലാം കഴിച്ച് കുറച്ച് ചേച്ചിമാരൊക്കെ പറഞ്ഞായിരുന്നു ഓൺ ദ വേ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി കുറച്ചൊക്കെ എടുത്തിട്ടോളാനൊക്കെ. അങ്ങനെ അപ്പൊ ചീസും ഹണിയും അങ്ങനെയൊക്കെ കിട്ടും. അത് ജാമും അതെല്ലാം കൂടി ഇങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഭയങ്കര നീറ്റ് ആൻഡ് ഐഡിയ ആയിരിക്കും. അപ്പൊ അതെല്ലാം കുറച്ച് ബാഗിലൊക്കെ എടുത്തിട്ടു. അങ്ങനെയൊക്കെ റെഡി ആയിട്ട് നിന്ന് 3 മണിയാക്കി ഞാൻ താഴെ ഇറങ്ങി വന്നു. അങ്ങനെ അപ്പൊ സെക്യൂരിറ്റി അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ഡ്രൈവർ അപ്പത്തേക്കും വന്നു കേട്ടോ. ഡ്രൈവർ വന്നു. അപ്പം നമ്മള് ലഗേജ് എല്ലാം വണ്ടിയെ കയറ്റി. അങ്ങനെ ഈ ഒരു തരം പ്രത്യേക കാറുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ അത് കണ്ടിട്ടില്ല. പുറകുവശം ഒന്നുമില്ല, ഈ ഒരു ഗുഡ്സിന്റെ വേറെ ഒരു വേർഷൻ. അങ്ങനെയാ ലഗേജ് ഒക്കെ കയറ്റാൻ പറ്റുന്ന വിധത്തിൽ അങ്ങനെ ഉണ്ടാവും. കാറാണ് താനും. അത് ഈ നാട്ടിൽ അധികം കണ്ടിട്ടേ ഇല്ല. അങ്ങനെ അപ്പൊ അതിലെല്ലാം ഒക്കെ കയറ്റി. എന്നിട്ട് എന്നോട് പുറത്തെ സീറ്റിൽ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നു. അപ്പൊ ഞാൻ ഡ്രൈവർ അപ്പൊ എന്തോ എന്നോട് ചോദിക്കുന്നുണ്ട്. കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ ആയൊക്കെ അറിയാം. അങ്ങനെ അപ്പൊ എന്നോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. അങ്ങനെ കണ്ടപ്പോ എനിക്ക് അത്ര പേടിയൊന്നും തോന്നിയില്ല, വലിയ ഭീകരവാദിയായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ എന്നാലും നമുക്ക് പേടിയാണ്. അങ്ങനെ അപ്പൊ
അപ്പം കയറി ഇരുന്ന് കഴിഞ്ഞപ്പം അയാള് കണ്ണാടിക്കടെ എന്നെ ബാക്ക് സീറ്റിലിരിക്കുന്ന എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പേടിച്ചരണ്ട് എന്നെ കൊല്ലാൻ കൊണ്ടുപോകാന്നുള്ള മട്ടിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ അബായ ഇടണമല്ലോ, പർദ്ദ ഇടണം, അങ്ങനെ പർദ്ദയൊക്കെ ഇട്ടിട്ട് ആ ഒരു രീതിയിൽ ഇരിക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അയാള് കണ്ണാടിക്കടെ എന്നെ രണ്ടു മൂന്നോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു തീർന്ന്, എന്നെ ഇപ്പൊ കൊല്ലാൻ കൊണ്ടുപോകാൻ വേണ്ടി തന്നെ ആയിരിക്കും, എന്നെ മരുഭൂമി കൊണ്ടുപോകും, റേപ്പ് ചെയ്യും, കൊന്ന് അവിടെ ഇടും, ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഫുൾ ടൈം ആലോചിക്കും, എന്റെ മോനെ കാണാൻ പറ്റത്തില്ല, എന്റെ ആരെയും കാണാൻ പറ്റത്തില്ല, ബന്ധുക്കളൊന്നും കാണാൻ പറ്റില്ല, ഞാൻ ഇത്രയും ദൂരം മരുഭൂമി വന്ന് മരിക്കാനാണല്ലോ വിധി എന്നൊക്കെ ഓർത്ത് ഇതൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓവർ തിങ്കിങ്ങിന്റെ അങ്ങേയറ്റായിരുന്നു എനിക്ക് കേട്ടോ. അങ്ങനെ ഇപ്പോഴാണ് എനിക്ക് ഓവർ തിങ്കിങ് ഒക്കെ സ്റ്റോപ്പ് ആയത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഇരിക്കും. അപ്പൊ അയാൾ എന്നെ കണ്ണാടിയൊക്കെ രണ്ടു മൂന്ന് വട്ടം ചോദിച്ചിട്ട് എന്നോട് എന്തോ ചോദിച്ചു, പിന്നെ എന്തോ ചോദിച്ചു അങ്ങനെ. അപ്പൊ എനിക്കത് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല അതിന്. പിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത് ഇംഗ്ലീഷിൽ പറഞ്ഞു, പക്ഷെ അയാൾക്ക് മനസ്സിലായെന്ന് അറിയില്ല. അങ്ങനെ ഇല്ല. അതുകൊണ്ട് അയാള് അപ്പൊ മെയിൻ റോട്ടിൽ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ വണ്ടി ഓടുക, നല്ല റോട്ടിൽ കൂടെ തന്നെ ഓടുക. അവിടുത്തെ റോഡുകളൊക്കെ അടിപൊളിയാണല്ലോ. കുറെ ദൂരം ഇങ്ങനെ ഓടിക്കഴിഞ്ഞപ്പോ പിന്നെ ഏതോ ഒരു വഴിക്കോട്ട്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഫിയർ കയറാൻ തുടങ്ങി. തീർന്നു എന്റെ ചെസ്റ്റ് ഇങ്ങനെ ഇടിക്കണത് എനിക്ക് തന്നെ എണ്ണ എടുക്കാൻ പറ്റും അതുപോലെ. കാരണം ഇങ്ങനെ ഒരു ഇടവഴി ഇങ്ങനെ ഇങ്ങനെ നിറച്ച് വീടുകളൊക്കെ വീടെന്ന് അല്ല, അവിടെ ഒരു പ്രത്യേക തരമാണല്ലോ. ഇനി കൂടാരം പോലെ അങ്ങനെയാണ്. വീടാണെന്ന് നമുക്ക് തോന്നത്തില്ല, എന്തോ കുറെ ബിൽഡിങ്ങുകൾ പോലെ തോന്നും. അതാണ് അവിടുത്തെ വീടുകൾ. അങ്ങനെ സെപ്പറേറ്റ് ഒരു വീട് പോലെ ഒന്നും അല്ല അവിടെ. അങ്ങനത്തെ കുറെ ഇങ്ങനെ ഇടവഴി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഇങ്ങനെ ഒരു ക്വാർട്ടേഴ്സിലേക്കൊക്കെ പോകുന്ന ഇങ്ങനെ. അപ്പൊ ഞാൻ ഉറപ്പിച്ച് തീർന്നു. സാധാരണ ഒരു മെയിൻ റോട്ടിൽ അല്ലേ നമ്മൾ അങ്ങനെ പോകണ്ടല്ലോ. അപ്പൊ ഞാൻ തീർന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു ഇടവഴി ഇങ്ങനെ പോയിട്ട് ഒരു വീടിന്റെ ഗേറ്റിന്റെ നല്ല ഭംഗിയുള്ള ഒരു ഗേറ്റിന്റെ മുമ്പിൽ. അപ്പൊ ഞാൻ ഓർത്ത് ദൈവമേ, ഇയാൾ എന്നെ ഏതോ കെട്ടിടത്തിൽ കൊണ്ടുപോയി, ഏതോ വീട്ടിൽ കൊണ്ടുപോയി, ഇനി എന്നെ റേപ്പ് ചെയ്തിട്ട് ഇവിടെ കൊന്നിടാനായിരിക്കും. ഇതൊക്കെയാണ് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. എന്റെ പൾസൊക്കെ ഞാൻ പിടിച്ചു നോക്കുമ്പോൾ പൾസൊക്കെ ഇങ്ങനെ അടിച്ച് പറയൂ. അങ്ങനെയാണ് ഹാർട്ട് ബീറ്റ് ഒക്കെ. ഞാൻ ഓർത്ത് ഞാൻ ഇപ്പൊ തന്നെ BP കയറി, ഇപ്പൊ തന്നെ എന്റെ ബ്രെയിനിലേക്കുള്ള ഞരമ്പെല്ലാം പോയിട്ട് ഞാൻ ഈ വണ്ടിയിൽ തന്നെ മരിച്ചു വീഴും തോന്നിയിട്ട് അത്രയ്ക്ക് ടെൻഷൻ അടിച്ചുവിട്ട് എന്നെ. എനിക്ക് എന്താ ചോദിക്കണ്ടേന്ന് അറിയില്ല ഇയാൾക്ക്. അപ്പൊ നമുക്ക് പേടി കയറി കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ഭാഷയും മലയാളവും ഇംഗ്ലീഷും എല്ലാം മറന്നു. പിന്നെ അറബി മുഴുവൻ പഠിച്ചിട്ടില്ല. ആകെ 2-3 വാക്കുകളൊക്കെ ഗുഡ് മോർണിംഗും ഇരിക്ക്, നിക്ക്, ഇഞ്ചക്ഷൻ, മരുന്ന്, ഇതൊക്കെയാണ് ആകെ പഠിച്ചേക്കുന്നത് 1.5 മാസം കൊണ്ട്. എന്തോരം പഠിക്കാൻ ശ്രമിച്ചിട്ട് അതൊന്നും തലയിലേക്ക് അത്ര കയറിയിട്ടില്ല. അങ്ങനെയാണ്. അപ്പൊ എനിക്ക് എല്ലാ ഭാഷയും മറന്നു. ഈവൻ ഇംഗ്ലീഷിൽ പോലും എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങൾ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്, ഇത് എന്താന്നൊക്കെ ഉള്ളത്. അത് ഞാൻ വിറച്ച് അവിടെ ഇരിക്കുക, മരിക്കാൻ റെഡി ആയിട്ടിരിക്കുക. റേപ്പ് ചെയ്യാൻ മരിക്കുക, ഇതിനു വേണ്ടി റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുകയെന്ന് പറയാം പേടിച്ചിട്ട്. അതിനു മുമ്പേ ഞാൻ കാറിൽ തന്നെ മരിച്ചു വീഴുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ആ രീതിക്ക് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പൊ എനിക്ക് സങ്കടം വന്നിട്ട് കരയുന്നുണ്ട്. ഞാൻ കണ്ണീക്കടെ ഇങ്ങനെ കണ്ണീര് ഒഴുകുക. അങ്ങനെ മീൻസ് കൊച്ചിനെ ഓർക്കുമ്പോ കണ്ണീര് ഒഴുകുക. ആ രീതിക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. മരിക്കാൻ പോവാണല്ലോ, അങ്ങനെ കൊല്ലാൻ പോവാണല്ലോ ഇയാൾ തന്നെ. ആ രീതിക്ക് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഗേറ്റ് അയാള് പിന്നെ എന്താ കീ അടിച്ചപ്പോഴത്തേക്കും ഗേറ്റിൽ വന്നിട്ട് ഒരു സൗദി അങ്ങനത്തെ സെക്യൂരിറ്റി ആരോ ഉണ്ടെങ്കിൽ ഗേറ്റ് തുറന്നു കേട്ടോ. ഗേറ്റ് തുറന്നു. അപ്പൊ ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് ഇപ്പൊ കാറ് കയറ്റും. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാട്ടോ. ഇപ്പൊ ഒത്തിരി സമയമായി. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതിന്റെ ബാക്കി കഥകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പ്രൊഡക്റ്റ് എന്തെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇപ്പൊ തന്നെ പോരട്ടെ, എനിക്കൊരു ഹായ് വിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ഓക്കെ.